കാസർഗോഡ് ബെള്ളൂരടുക്കയിൽ അറവ് കക്കൂസ് മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. ജനവാസ മേഖലയിലെ പുറമ്പോക്ക് ഭൂമിയിലാണ് രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ 3 ലോറി മാലിന്യം കഴിഞ്ഞ ദിവസം പിടികൂടി. ചെങ്ങള പഞ്ചായത്തിലെ ആലമ്പാടി ബെള്ളൂരടുക്കയിലാണ് സ്ഥിരമായി മാലിന്യം തള്ളുന്നത്. രാത്രിയിൽ ടാങ്കർ ലോറിയിൽ കക്കൂസ് മാലിന്യവും അറവ് മാലിന്യവും ഒരുപോലെ തള്ളുകയാണ്. ഞങ്ങൾക്കുള്ള പ്രശ്നം എന്തെന്ന് പറഞ്ഞെങ്കിൽ ഈ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു 4-5 കൊല്ലത്തിനപ്പുറം ഇവിടെ ഞങ്ങൾക്ക് കുടിയിരിക്കാൻ പറ്റുന്നില്ല. ആ മാതിരിയുള്ള പ്രശ്നമാണ്. ഇവിടുന്ന് വേസ്റ്റ് വെള്ളം പിന്നെ കാസർഗോഡ് നിന്നും പിന്നെ ഇവിടുന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. വാട്ടർ ടാങ്ക് പോലത്തെ ടാങ്കിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ചാടിയിട്ട് അവർ പോകുന്നു. അപ്പോൾ ഈ വളപ്പ് എന്ന് പറഞ്ഞെങ്കിൽ ഇത് ആരും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇത് മിച്ചഭൂമിൻ്റെ സ്ഥലം എന്നാണ് എല്ലാവരും പറയുന്നത്. ഇങ്ങനത്തെ ഒരാൾ ഇവിടെ നടത്തുന്നത് ഞങ്ങൾക്ക് അതും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആരെ പേരിൽ ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. കഴിഞ്ഞ ദിവസം രാത്രിയിൽ മാലിന്യം തള്ളാനെത്തിയ ടാങ്കർ ലോറി നാട്ടുകാർ ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. കുറേ കാലമായി ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ വീടിന് വരുന്നത് എത്ര ഏഴ് കാത്തുനിന്നാലും അപ്പോൾ റൂട്ട് മാറ്റിയിട്ട് വരുന്നത്. അപ്പോൾ ഇന്നലെ കിട്ടിയാടാ കൈലാറ അമ്പലത്തിൻ്റെ ഒരു കമാനത്തിൻ്റെ അടുത്ത് കിട്ടി വന്നു. പിന്നെ ഞങ്ങൾ ഒന്നും ചെയ്തില്ല. പോലീസ് വന്നിട്ട് പോലീസിനെ ഏൽപ്പിച്ചിട്ട് പോയി. അതിരൂക്ഷമായ ഗന്ധമാണ് മേഖലയിലാകെ. വിവിധ രോഗങ്ങളും. സമീപത്തെ വീട്ടുകാർക്ക് താമസിക്കാനാകാത്ത അവസ്ഥയാണ്. ഇവിടുന്ന് വരുന്ന സ്മെല്ല് ഭയങ്കര ബുദ്ധിമുട്ടാകുന്നുണ്ട്. പിന്നെ ഈ വേസ്റ്റ് എല്ലാം കൊണ്ടുവന്നിട്ട് കാക്ക നായെല്ലാം കൊണ്ടുവന്നിട്ട് വീടിൻ്റെ അതിലെല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ വെള്ളം കൂടി ബാക്കിയെല്ലാം ബുദ്ധിമുട്ടാകുന്നുണ്ട്, നല്ലോണം ബുദ്ധിമുട്ടാകുന്നുണ്ട്. പിന്നെ വീട്ടിൽ തന്നെ നിൽക്കാൻ തോന്നുന്നില്ല, കാരണം അത്രയ്ക്ക് സ്മെല്ലാണ്. ഇപ്പോൾ ഉച്ചക്കാലം ഭയങ്കര സ്മെല്ലാണ്. രാവിലെ ഓക്കെ, ഉച്ചയ്ക്ക് വൈകുന്നേരം ഭയങ്കര നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത്രയും സ്മെല്ല് വരുന്നുണ്ട്. ന്യൂസ് മലയാളം സംഘം വാർത്ത ചിത്രീകരിക്കുന്നതിനിടെ അറവ് മാലിന്യവുമായി എത്തിയ ലോറി നാട്ടുകാർ തടഞ്ഞു. ഒടുവിൽ പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ സമീപത്തെ അനധികൃത അറവുശാലയിൽ നിന്ന് അറവ് മാലിന്യവും പോത്തിന്റെ തോലുകളും കണ്ടെത്തി. ഒടുവിൽ JCB എത്തിച്ച് ഇവ കുഴിച്ചു മൂടി. നാലു വർഷത്തിനിടെ പലതവണ പോലീസും ആരോഗ്യവകുപ്പിനും ഉൾപ്പെടെ പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായില്ല. ഒടുവിലാണ് നാട്ടുകാർ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ലോറികൾ തടയാൻ തീരുമാനിച്ചത്. എന്നാൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് മലയാളം, കാസർഗോഡ്.